ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കേക്കായിരുന്നു. എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കേക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ എനിക്ക് അധികം ഇഷ്ടമില്ല. എനിക്കത് വേറെ എവിടെയെങ്കിലൊക്കെ മേടിച്ച് തരുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇവിടെയുള്ള എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കിയ കേക്കാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ പിന്നെ നമ്മളത് പുറത്തുനിന്ന് മേടിച്ചിട്ട് അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഇതിൻ്റെ ഒരു ഫോട്ടോ പോലും മര്യാദയ്ക്ക് എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് വൈസ് സൂപ്പറായിരുന്നു. ബിസ്കോഫിൻ്റെ ക്രീം ചീസും ഒക്കെ ചേർത്തിട്ടുള്ള ലോട്ടസ് ബിസ്ക്കറ്റൊക്കെ ചേർത്തിട്ട് ഉള്ള ഒരു കേക്കായിരുന്നു. നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ആനിവേഴ്സറി ആയാലും ബർത്ത്ഡേ ആയാലും ഒക്കെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വരുന്ന സ്ഥലമാണ് ഇത്. അല്ലാണ്ടും അവിടെ തന്നെയാണ് ഞങ്ങൾ കൂടുതൽ സമയങ്ങളൊക്കെ ചിലവഴിക്കാറ് കേട്ടോ. ഈ ഒരു സ്ഥലത്തിന് ഞങ്ങൾ ഒരു പേരിട്ടിട്ടുണ്ട്, അങ്ങാടി എന്നാണ് പറയാം. അങ്ങാടി എന്നാണ് ഞങ്ങൾ പേരിട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അങ്ങാടിയിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ ദാർസെറ്റ് ഫാമിലിയിലത്തെ മിക്ക ആൾക്കാരും ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യാറുണ്ട്, ആനിവേഴ്സറിക്ക് കേക്ക് കട്ട് ചെയ്യാറുണ്ട്. അതുപോലെ പായസം, പിന്നെ നമ്മുടെ വിഷു, ഈസ്റ്റർ, ക്രിസ്മസ് അങ്ങനത്തെ ഓരോ ആഘോഷങ്ങൾ വരുമ്പോൾ ഓരോ വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരികയാണെങ്കിൽ ഈ ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കണത്. അങ്ങനെ എല്ലാ ദിവസവും ഞങ്ങൾ വന്നിരിക്കുന്ന സ്ഥലമാണ്. കേക്ക് കട്ടിങ്ങിൻ്റെ മാസ്റ്ററാണ് കേട്ടോ ജെയ്മിക്കയാണ് ഇവിടെ കേക്ക് എല്ലാവർക്കും പങ്കുവെച്ച് കൊടുക്കാറ്. കേക്കൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ എല്ലാവരും കൂടി നിന്നിട്ട് കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് ഇത്രയും ആൾക്കാർ കൂടി നിന്നിട്ട് നമ്മളെ വിഷ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണത്.